നമസ്കാരം. S4 വിസ്മയത്തിലേക്ക് സ്വാഗതം. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊല ചെയ്ത 5 വിദ്യാർത്ഥികൾക്ക് SSLC പരീക്ഷ എഴുതാൻ അനുമതി നൽകിയ കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ഫോറത്തിൻ്റെ തീരുമാനത്തിനെതിരെ സമൂഹ മനസ്സാക്ഷിയിൽ പ്രതിഷേധം ഇങ്ങനെ ഉയരുകയാണ്. എന്തുകൊണ്ടാണ് സമൂഹം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നത് എന്ന് നാം ഒന്ന് ആലോചിക്കണം. ഇത് ഒരു സാധാരണ കൊലപാതകമായിരുന്നില്ല. ഏതെങ്കിലും വിദ്യാർത്ഥികൾ പരസ്പരം തല്ലുകൂടുമ്പോൾ പെട്ടെന്ന് സംഭവിച്ച ഒരു കയ്യബദ്ധവും ആയിരുന്നില്ല. മറിച്ച് കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത കൊലപാതകമായിരുന്നു ഇത് എന്നതാണ് മറ്റ് സംഭവങ്ങളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇത്ര ക്രൂരന്മാരായി മാറുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഈ കുട്ടികളിൽ ചിലർക്കെങ്കിലും അവരുടെ വീടുകളിൽ നിന്നും അവർക്ക് സപ്പോർട്ട് ലഭിച്ചു എന്നുകൂടി നമ്മൾ അറിയുമ്പോൾ എവിടേക്കാണ് ഈ മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ടുപോകുന്നത് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ചിന്തിക്കാൻ സമൂഹം മുന്നോട്ട് വരേണ്ട സാഹചര്യമുണ്ട് എന്നതാണ് ഈ കൊലപാതകങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. 10ാം ക്ലാസ്സിലെ ക്ലാസ്സുകൾ അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫെയർവെൽ പാർട്ടി ഒരു ട്യൂഷൻ ക്ലാസ്സിൽ നടക്കുന്നു. ഈ ഫെയർവെൽ പാർട്ടിയിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഡാൻസിനിടെ പാട്ട് എന്തോ സംഭവിച്ച് ബ്ലൂടൂത്ത് കട്ടായി പാട്ട് നിന്നു പോകുന്നു. അപ്പോൾ കുറച്ച് വിദ്യാർത്ഥികൾ കൂവുന്നു. ഇത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് വഴിവെക്കുകയാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ ഇതൊക്കെ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ നടക്കുന്നതാണ്. എങ്കിലും ഇത്തരം സംഭവങ്ങൾ ഇത്രയേറെ ക്രൂരമായ അല്ലെങ്കിൽ ഇത്രയേറെ വലിയ അക്രമത്തിലേക്ക് പോകും എന്ന് നമ്മളാരും കരുതുന്നതല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ ഈ രീതിയിലേക്ക് പ്രേരിപ്പിച്ചത്? അന്ന് തന്നെ രാത്രിയിൽ നടന്ന ഇൻസ്റ്റഗ്രാം പേജിലും അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നടന്ന ചാറ്റുകൾ പുറത്തു വന്നത് നാം മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ നാം അതറിയുമ്പോൾ നമ്മുടെ ഞെട്ടൽ വർദ്ധിപ്പിക്കുകയാണ്. ഈ കുട്ടികൾ പറയുന്നു, അവനെ കൊല്ലണം, അവനെ കൊല ചെയ്താൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ല, ആൾക്കൂട്ടം കൂടി കൊന്നാൽ യാതൊരു കേസും ഉണ്ടാകില്ല, നമ്മൾ കുട്ടികളാണ്, കുട്ടികൾക്കെതിരെ നിയമം അതിൻ്റെ ആ ഒരു രീതിയിലേക്ക് വരില്ല, നമുക്ക് എല്ലാവിധ പരിഗണനയും നമുക്ക് ലഭിക്കും, നമ്മൾ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ആണ് എന്നുള്ളത് കൊണ്ട് SSLC പരീക്ഷയുടെ ആ പരിഗണനയും നമുക്ക് ലഭിക്കും എന്ന് കുട്ടികൾ ചർച്ച ചെയ്യുമ്പോൾ ആരാണ് ഈ കുട്ടികൾക്ക് ഇത്തരം അറിവുകൾ പകർന്നു നൽകിയത് എന്നുകൂടി അന്വേഷണ സംഘം വിലയിരുത്തേണ്ടതല്ലേ? ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഇത്തരം കേസുകൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായ ദിശാബോധം നൽകാൻ സമൂഹവും അതുപോലെ നിയമപാലകരും മുന്നോട്ട് വരേണ്ട അടിയന്തര ഘട്ടമാണ് ഇത് എന്നാണ് ഈ സംഭവങ്ങൾ നമ്മെ ഉണർത്തുന്നത്. കാരണം ഇനിയും ഇത് ആവർത്തിക്കപ്പെട്ടേക്കാം. കാരണം കുട്ടികൾക്കിടയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ, അടിപിടികൾക്കെതിരെ, ക്രൂരതകൾക്കെതിരെ വളരെ ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഇതിന് കാര്യമായ ശിക്ഷകൾ ഉണ്ടാകില്ല എന്ന തെറ്റിദ്ധാരണകൾ കടന്നുകൂടിയിരിക്കുന്നു. അവൻ തൻ്റെ സഹപാഠികളെ, തൻ്റെ മാതാപിതാക്കളെ, സമൂഹത്തിലെ തൻ്റെ ബന്ധുക്കളെ കൈകാര്യം ചെയ്യാൻ മടിക്കാത്തത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. കാരണം അവനിലേക്ക് കടന്നു വരുന്നത് ഇത്തരം ചിന്തകളാണ്. ഈ കുട്ടികളെയാണ് പരീക്ഷ എഴുതാൻ ഇങ്ങനെ അനുമതി നൽകിയതിനെതിരെ സമൂഹ മനസ്സാക്ഷി ഉയർന്നു ചിന്തിക്കുന്നത്. ഒരു കാരണവശാലും ഈ കുട്ടികൾ സാധാരണ കുറ്റവാളികളല്ല. അതുകൊണ്ട് തന്നെ ഒരു ബാലനീതിയും ഇവർ അർഹിക്കുന്നില്ല എന്നതാണ് സമൂഹം ഒന്നടങ്കം വിളിച്ചു പറയുന്നത്. സർക്കാർ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമായിരുന്നു. നിയമപാലകർ ശക്തമായ നിലപാട് സ്വീകരിക്കണമായിരുന്നു. കാരണം ഇതൊരു സന്ദേശമാണ്. ഒരു കാരണവശാലും ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവർക്കെതിരെ നിയമത്തിൻ്റെ ഒരു പഴുത് പോലും ലഭിക്കില്ല എന്നതിൻ്റെ സന്ദേശമാണ് ഈ കുട്ടികളിലേക്ക് നമ്മൾ പകർന്നു നൽകേണ്ടത്. അത് അടുത്ത വർഷം ഒരുപക്ഷെ അവർക്ക് പരീക്ഷ എഴുതാൻ അവസരമുണ്ടാക്കുന്നതിൽ തെറ്റുണ്ടാകില്ല. പക്ഷേ ഈ കുറ്റകൃത്യം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ വലിയ പിന്തുണ നൽകിക്കൊണ്ട് വലിയ സുരക്ഷാ വലയത്തിലാണ് ഈ കുട്ടികളെ പരീക്ഷ എഴുതാൻ പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയത് എന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെ സമൂഹം കാണുമ്പോൾ സമൂഹം നിരാശയിലേക്ക് വഴുതി മാറുകയാണ്. കാരണം ആര് ഇനി ഈ കുട്ടികൾക്ക്, വളർന്നു വരുന്ന തലമുറക്ക് ആര് ദിശാബോധം നൽകും എന്നതാണ് ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യം. എല്ലാവരും പറയുന്നു ഇതിനെതിരെ ശക്തമായ നിലപാടുണ്ടാകണം, ലഹരിക്കെതിരെ നിലപാടുണ്ടാകണം, ലഹരി വ്യാപനത്തിന് തടയുന്നതിന് നിലപാടുണ്ടാകണം എന്ന് എല്ലാവരും ഒരുമിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെ ക്രിയാത്മകമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ആരാണ് തയ്യാറാകുന്നത് എന്നതാണ് ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം. അതുകൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ തന്നെയും അവർക്കെതിരായി അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ
കൊണ്ടുവരണമെങ്കിൽ തന്നെ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം. ഇപ്പോൾ ഈ കുറ്റകൃത്യം ചെയ്ത കുട്ടികളുണ്ടല്ലോ, അവർക്ക് പോലും അവരുടെ മനസ്സിലേക്ക് പോലും ഒരു സംരക്ഷണ ചിന്ത കടന്നു പോയിരിക്കുന്നു. കാരണം ഇവരിൽ ചിലരുടെയെങ്കിലും മാതാപിതാക്കൾ ഇവരെ കൈവിട്ട് സഹായിച്ചു, വഴിവിട്ട് സഹായിച്ചു എന്ന ചിന്തകളും അല്ലെങ്കിൽ എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ നഞ്ചക്ക് കൊണ്ട് തലക്ക് അടിയേറ്റാണ് ഷഹബാസിന്റെ മരണം. തലച്ചോറ് ചിതറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നഞ്ചക്ക് കൊണ്ട് അടിയേറ്റ് ഷഹബാസ് മരിക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ കുട്ടികൾക്ക് ഇതൊക്കെ ലഭിക്കുന്നത്? ഇതൊക്കെ ഇവർക്ക് കൊടുത്തുവിടുന്നത് ആരാണ് എന്നുകൂടി നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം കുട്ടികളിൽ മാത്രം ഈ അന്വേഷണങ്ങൾ നിലനിർത്തുന്നത്? ഇതിനപ്പുറത്തേക്ക് ഇവർക്ക് പിന്തുണ നൽകിയ രക്ഷിതാക്കളുണ്ട് എങ്കിൽ തീർച്ചയായും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് തന്നെയാണ്. അവർ ആരായിരുന്നാലും, എത്ര ഉന്നതരായിരുന്നാലും, എത്ര ഉന്നതമായ ബന്ധങ്ങൾ അവർക്കുണ്ടെങ്കിലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവരെ കൂടി ഇതിൽ പ്രതികളാക്കി ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാരും നിയമപാലകരും തയ്യാറാകണം എന്നതാണ് സമൂഹ മനസ്സാക്ഷി ഈ പ്രശ്നത്തിന് മുന്നിൽ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്.